നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വരദാ റെഡ്ഡിയെ പരാജയപ്പെടുത്തു. എങ്കിൽ ഞാൻ തന്നെ നിന്റെ കൂടെ വരാം. യുവരാജൻ, നമ്മുടെ മംഗല്യവും ഇവന്റെ മരണവും രണ്ടും ഇന്ന് തന്നെ നടന്നിരിക്കും. ഇവന്റെ പ്രാണനെടുക്കാൻ നാം കുറെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. അനാമിക, തയ്യാറായിക്കോളൂ. മഹാരാജൻ, ഇത്രയും പേരുണ്ടായിരുന്നിട്ടും ഗോനഗന്ന റെഡ്ഡിയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവനെ എതിർക്കാൻ ആർക്കും ധൈര്യവുമില്ല. എന്റെ മകനെ ഇനി ആരാ രക്ഷിക്കുക? ആ ഗോനഗന്ന റെഡ്ഡിയെ എതിർക്കാൻ സാമർഥ്യമുള്ള ഒരാളേ ഉള്ളൂ, നമ്മുടെ മിത്രം ചാലുക്യ വീരഭദ്രൻ. എവിടെടാ നിന്റെ നേതാവ് കൊള്ളക്കാരൻ ഗോനഗന്ന റെഡ്ഡി? എന്റെ പ്രാണം പോയാലും ഗോനഗന്ന റെഡ്ഡി എവിടെ ഉണ്ടെന്ന് പറയില്ല. നീ എന്നെ വേണമെങ്കിൽ കൊന്നോ. സാമന്ത രാജാക്കന്മാരെ മുഴുവൻ വധിച്ചു അവൻ. ഗോനഗന്ന റെഡ്ഡി, നീ മനുഷ്യനല്ല, കിരാത ജന്മമാണ്. പക്ഷെ എന്റെ വാൾമുനയിൽ നിന്ന് നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. എനിക്ക് ഗന്ന റെഡ്ഡിയെ വധിക്കണം. അവനെ വധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഗോനഗന്ന റെഡ്ഡി, വരദരാജന്റെ ജീവൻ രക്ഷിക്കാൻ ഞാനിപ്പോ തിരിച്ചു പോവാ. ഏറ്റുമുട്ടൽ അവസാനിച്ചു എന്ന് കരുതണ്ട, ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നത്. പെണ്ണാണെന്നുള്ള സങ്കോചമൊന്നും വേണ്ട, ഈ കൗമുദി ഉത്സവം എനിക്കുള്ളതാ. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. ആ ഗോനഗന്ന റെഡ്ഡി മഹാവീരന്, പരാക്രമിയാ. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യമില്ലാതെ ആ വരദാ റെഡ്ഡിയെ തട്ടിക്കൊണ്ടുപോയി. ശത്രുക്കൾക്ക് രുദ്രദേവനൊരു പേടി സ്വപ്നമാണെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രം മധുര സ്വപ്നം. യുവരാജാവിനെ മംഗല്യം കഴിക്കാൻ വേണ്ടി പല രാജകുമാരിമാരും സ്വപ്നം കാണുന്നുണ്ടെന്നാ കേൾക്കുന്നത്. എത്ര പെൺകുട്ടികൾ മത്സരത്തിന് വരുമോ, എത്ര യുദ്ധങ്ങൾ നടക്കുമോ, വിജയിക്കുമോ, വീരസ്വർഗം പ്രാപിക്കുമോ, എന്തായാലും യുദ്ധം തീർച്ചയായും.